മഴക്ക് മുമ്പുള്ള അവസാനത്തെ പണിയായത്. ഈ പണിയിൽ മുതലാളിനെ വീഴ്ത്തണം, അല്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാം. സാധാരണ ശനിയാഴ്ച വൈകുന്നേരം ചില തെണ്ടി മുതലാളിമാരുടെ മുങ്ങിക്കളിന്ന്. ഇന്നേതായാലും അത് നടക്കൂല. സമയം 10 മണി ആയിട്ടല്ലേ ഇല്ലു. ദൈവമേ, ഇതെന്തെന്നാക്കിയച്ചിന്. എടാ ബിജു, നീ എന്നായി കാണിച്ചു വെച്ച നേടിയല്ലോ. എന്നാ അടിപൊളിയല്ലേ? എടാ ഇന്നോട് ഈ മതിലുമെല്ലാരെ പെയിന്റ് അടിക്കാൻ പറഞ്ഞു. മേസരല്ലേ പറഞ്ഞേ? പിന്നെ മഴയാ വരുന്നത്, പിന്നെ പുറത്തെ പണി ആദ്യം തീർക്കണം. ഞാൻ വിചാരിച്ച് മതിലും ഈ ഗേറ്റും കൂടി അങ്ങ് കഴിഞ്ഞാൽ പിന്നെ നമ്മ ഉള്ളിലത്തെ പണിയെല്ലാം എടുക്കണ്ടോ. എടാ ഈ മതിലെല്ലാം റോഡിന് വേണ്ടിട്ട് പോന്നെയാന്ന്. നീ അപ്പുറത്തെ വകയിൽ നോക്കിയാട്ടെ പൊളിച്ചിട്ട് മൊത്തം. ഇതിപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ടാകുമ്പോ ഈ മതിലെല്ലാം പൊളിക്കുകയ്യ. അയ്യോ, ഇനിയിപ്പോ എന്റെ ഒരാഴ്ചത്തെ പൈസയും പോയി. ഇനിയിപ്പോ ഈ പെയിന്റിന്റെ പൈസയിൽ ഞാൻ മുതലാളിക്ക് ഞാൻ എടുത്തു കൊടുക്കണ്ടേ? അത് കൊടുക്കണം. അത് കൊടുക്കണ്ട, നീ എടുത്തു കൊടുക്കുവാ. മേസരി കാര്യം ചെയ്യും, 2 ആഴ്ച ഞാൻ ഫ്രീ ആയിട്ട് പണിയെടുക്കാം. മേസരി എന്നോട് ക്ഷമിക്കണം. ആണെന്ന് നിന്റെ 2 ആഴ്ചത്തെ പണി ഇനി മേലാൽ ഇനി എന്റെ സൈറ്റ് കണ്ടുപോറ് കേട്ടാ. അവന്റെ ഒരു ഫ്രീ കൊഞ്ഞനെ കാട്ടുന്നാടാ. കൊഞ്ഞനല്ല, മുതലാളി. മുതലാളി എന്റെ നാന്ന് രമേശ, നീ എന്ത് പണിയാ ഇങ്ങനെ എടുക്കുന്നത്? അയ്യോ മുതലാളി, പറ്റിപ്പോയി. നിങ്ങൾ ക്ഷമിക്ക്, ഞാൻ തന്നെ എല്ലാം ശരിയാക്കി തരാം. എത്ര മാസമായി നീ എന്റെ വീട്ടില് പെയിന്റ് അടിക്കാന്ന് പറഞ്ഞിട്ട് പറ്റിക്കുന്നു? അതിന് പെയിന്റ് അടിക്കുന്നുണ്ടല്ലോ. മുതലാളിന്റെ വീട് തന്നെയല്ലേ ഇത്? ഇതാ എന്റെ വീട്. പിന്നെന്താ? അതല്ലേ എന്റെ വീട്. അതാ. അപ്പൊ ഈ വീട്? ഇത് രവിയാട്ടന്റെ വീടല്ലേ. അയാളെ മോന് SI ആണ്. നാളെ ലീവിന് വരും. കിട്ടിക്കോളൂ, നീ പഠിക്കൂ. കിട്ടിയാലേ നീ പഠിക്കൂ.